എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയ കഥ പറയാം. നമ്മളെല്ലാവരും എപ്പോഴും ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭഗവാനെ, എന്താണ് എനിക്ക് ഇത്ര പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് മാറുക? എന്തൊക്കെയാണ് ഇതിനൊക്കെ അർത്ഥം എന്താണ്? ഇത് എപ്പോഴെങ്കിലും ഇതൊക്കെ മാറി ഒരു സമാധാനം കിട്ടുമോ? ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും ആൾക്കാരൊക്കെ ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയുന്നത്. എപ്പോഴും പ്രശ്നമാണ്, സന്തോഷക്കുറവാണ്. ചിലർക്ക് സന്തോഷമൊക്കെ ഉണ്ട്, എന്നെ എപ്പോഴും ഇതുപോലെ കാത്തോളണേ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് എപ്പോഴും ഭഗവാന്റെ മുന്നിൽ പോയി നമ്മൾ ചോദിക്കാറുള്ളത്. ഇതുപോലെ ഒരു ഭക്തൻ എപ്പോഴും ഭഗവാന്റെ അടുത്ത് ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്താണ് പ്രശ്നം? എപ്പോഴും ഇതുപോലെയാണ്, ഒരു സന്തോഷം കിട്ടുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് മാറുക? നീ ഇതൊന്നും കാണുന്നില്ലേ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ഭഗവാനോട് എപ്പോഴും പോയി പ്രാർത്ഥിക്കും. ഭഗവാന് തോന്നി, പാവം എല്ലാ ദിവസവും വന്നിട്ട് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറും, എങ്ങനെ മാറ്റും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാടല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരശരീരി കേട്ടു. ഭക്ത, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിനക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരാം. ഓ, സന്തോഷമായി ഭഗവാനെ. ശരി, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ശരി, നാളെ വൈകുന്നേരം ഒരു 6 മണിയാവുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരൂ, ഞാൻ നിനക്ക് ഇതൊക്കെ പറഞ്ഞുതരാം. ഭക്തൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞു, ഭഗവാനെ, നാളെ 6 മണിയാവുമ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ വരും, അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നാളെ വരാൻ. ആണോ? ഭഗവാൻ അപ്പോൾ പറഞ്ഞു, ശരി, എന്നാൽ അടുത്തൊരു ദിവസം, അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7:30 വരാൻ പറ്റുമോ? അപ്പോൾ ഭക്തൻ പറഞ്ഞു, അന്ന് ശനിയാഴ്ച കുടുംബക്കാരൊക്കെ കൂടി ഒന്ന് ഇരുന്നിട്ട് ആകെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാൻ കിട്ടുന്ന ഒരു സമയം അപ്പോഴാണ്. അപ്പോൾ പിന്നെ അന്ന് വരാൻ കഷ്ടമായിരിക്കും. ഞായറാഴ്ച വരാൻ പറ്റുമോ? ഞായറാഴ്ച വൈകുന്നേരം കുട്ടികളൊക്കെ അടുത്ത ദിവസം പോകേണ്ടതല്ലേ, അതിൻ്റെ ഒക്കെ തിരക്കായിരിക്കും, ആരെങ്കിലുമൊക്കെ ഇതുപോലെ വീട്ടിലൊക്കെ വരും, എന്താ ചെയ്യുക, അതും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഭഗവത്ഗീത വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലെന്നേ, അതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്, മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പ്രശ്നം നിനക്ക് ചുറ്റിലും അല്ല, നിനക്കാണ് പ്രശ്നം. നിനക്ക് എന്തൊക്കെയാണ് ഇതിനൊക്കെ പരിഹാരമെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാലും അത് കേൾക്കാനും അതൊന്ന് ശ്രദ്ധിക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും ഉള്ള സമയം നീ അതിന് കൊടുക്കുന്നില്ല, അതിന് ക്ഷമ കൊടുക്കുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. നീ ബാക്കിയുള്ള എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുകയാണല്ലോ. ഇതിന് ഒരു സമയം കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ഭഗവാൻ ഓടിച്ചു വിട്ടു. ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. നമ്മുടെ പലരുടെയും അനുഭവം ഇതാണ്. ഭഗവാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതിനേക്കാളും വലിയ പ്രശ്നത്തിൽ പെട്ടിരുന്ന അർജുനനെ മുന്നിൽ നിർത്തിയിട്ട് ഹേ ഭാരത എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിട്ട്, ഭാരതത്തിന്റെ പുത്ര എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അർജുനനെ മുന്നിൽ നിർത്തി ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു. അത് വേദവ്യാസൻ ഭഗവാൻ പറഞ്ഞതുപോലെയല്ല, ഭംഗിയായിട്ട് എഴുതി അടുക്കും ചിട്ടയിലൊക്കെ പെറുക്കി വെച്ച് ശ്ലോകങ്ങളായിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പാകത്തിന് ക്യാപ്സൂളുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വെച്ചു. സർവ്വ ഉപനിഷത്തുകളും അരച്ചു കലക്കി കുടിച്ചിട്ട് ഭഗവാൻ എഴുതി പറഞ്ഞു അർജുനൻ്റെ അടുത്ത്. അത് വേദവ്യാസർ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ട് നമ്മുടെ മുന്നിൽ വെച്ചു. ഒരുപാട് ആചാര്യന്മാർ അതിനെ വിശദീകരിച്ച് നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതൊക്കെ വിവരിച്ചു തന്നു. എന്നിട്ടും നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയിട്ട്, ഭഗവാനെ, ഇതൊക്കെ എന്താ ഇങ്ങനെ, ഇതൊക്കെ പരിഹാരം എങ്ങനെ കിട്ടും, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുക, എപ്പോഴെങ്കിലും എനിക്കൊരു രക്ഷ കിട്ടുമോ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച ഭഗവാൻ എന്താ വിചാരിക്കുക? അപ്പം നീ ഭഗവത്ഗീത വായിക്കണില്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടാവില്ലേ ഭഗവാൻ? ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ പറഞ്ഞു തന്നത്. നമുക്ക് ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പോലും പറ്റില്ല മനസ്സിൽ. ഇങ്ങനെയൊക്കെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും ചില കാര്യങ്ങൾ.
പക്ഷെ ഭഗവാൻ പറയുന്നത് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഇത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ശരിയാണ്, ഇന്നൊക്കെയാണ് കാരണങ്ങൾ, ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. മാന്ത്രിക വടി ചുറ്റി തലയിലടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്ന വിദ്യ സനാതന ധർമ്മത്തിൽ ഒരു ഈശ്വരന്മാരും പ്രയോഗിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ കഴിവ് തരും, പറഞ്ഞു തരും, എന്നിട്ട് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. അതാണ് ആചാര്യന്മാരും നമ്മുടെ ദേവതകളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജവിദ്യാരാജഗുഹ്യയോഗം എന്നുള്ള അധ്യായം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഭഗവാൻ തുടക്കത്തിൽ പറയുന്നുണ്ട്, അർജുന, വളരെ രഹസ്യമായിട്ടുള്ള ഈ ഒരു വിദ്യ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇത് വളരെ ലളിതമാണ്, ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയിട്ട് സനാതനമാണ്. ഏത് കാലത്തും ഈ വിദ്യ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം ഉപദേശിച്ച് തുടങ്ങുന്നത്. നമുക്കത് പഠിക്കാൻ വേണ്ടി സാധിക്കണ്ടേ? ആ അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഭഗവത്ഗീത അതിന് മുന്നേ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ അധ്യായം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഭഗവാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, ഭഗവാൻ ഏത് രൂപത്തിൽ നമ്മൾ കാണണം, എങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ അധ്യായം പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ, ഭഗവത്ഗീത മുന്നേ പഠിച്ച ആൾക്കാരാണെങ്കിൽ തിരിച്ച് ഇതിലേക്ക് വരിക. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 700-ാമത്തെ ശ്ലോകം വരെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് അധ്യായത്തിൽ ഏത് ശ്ലോകം പഠിക്കുമ്പോഴും നമുക്കതിൽ നിന്ന് പുതിയത് പഠിക്കാനുണ്ടാവും. അതിനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ മതി. അതുകൊണ്ട് എല്ലാവരെയും ഞായറാഴ്ച വൈകുന്നേരം 7:30 നടക്കുന്ന ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നിന്നുപോയവർക്ക് തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഇത്. പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഭഗവാൻ നമുക്ക് വേണ്ടി ഉപദേശിച്ച് തന്നതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള പ്രശ്നപരിഹാരത്തിനും സന്തോഷം അന്വേഷിച്ചും പോകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ വാക്കുകൾ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് അതിനെ ഉള്ളിൽ 1 മണിക്കൂർ നേരം നമ്മൾ ആവാഹിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ നമുക്ക് കിട്ടും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നേതി സത്സംഗം നമ്മൾ ഇരുന്ന് എല്ലാ ഞായറാഴ്ചയും ചെയ്യുന്നത്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമസ്തേ, നന്ദി.